നിരവധി CPM നേതാക്കളുടെ ബിനാമിയെന്ന് ആരോപിക്കപ്പെടുന്ന പ്രവാസി മലയാളിയും പത്തനംതിട്ട സ്വദേശിയുമായ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വിപ്ലവ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന CPMനെ പിടിച്ചുലിക്കുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ മണ്ഡലത്തെ ഇപ്പോൾ ചൂടുപിടിപ്പിക്കുന്നത്. ചെന്നൈയിലെ വ്യവസായിയും മാഹി സ്വദേശിയുമായ CPM അനുഭാവി വി മുഹമ്മദ് ഷർഷാദ് പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്ക് 2022 മാർച്ചിൽ നൽകിയ കത്തിൽ അതീവ ഗുരുതരങ്ങളായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ദുരൂഹ വ്യക്തിത്വമുള്ള വ്യക്തികളുമായി നേതാക്കളും പാർട്ടി അംഗങ്ങളും ചങ്ങാത്തമോ ഇടപാടുകളോ പാടില്ലെന്ന പാർട്ടിയുടെ തെറ്റിദ്ധരുത്തൽ രേഖയുടെ പരസ്യമായ ലംഘനം നടന്നുവെന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ഷർഷാദ് ആദ്യം പരാതി നൽകിയത് കോടിയേരിക്കാണ്. ഇതേ പരാതി അന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് നൽകിയിരുന്നു. BBC-യുടെ ലേഖകനെന്നും ലണ്ടനിലെ വ്യവസായിയെന്നും അവകാശപ്പെടുന്ന രാജേഷ് കൃഷ്ണ എന്ന പഴയ SFI നേതാവ് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് കേരളത്തിലെ CPM മന്ത്രിമാരുടെയും നേതാക്കളുടെയും അടുപ്പക്കാരനായി മാറിയത്. മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കാലത്ത് വകുപ്പിന്റെ പദ്ധതികളിൽ ബ്രിട്ടനിലെ സന്നദ്ധ സംഘടനയായ പ്ലാസ്റ്റ് സേവ് എന്ന NGOയുമായി ചേർന്ന് ചില പരിപാടികൾ നടത്തുമെന്ന് പറഞ്ഞ് രാജേഷ് 50 ലക്ഷം രൂപ ഇന്ത്യയിലേക്ക് കടത്തിയെന്ന് ഷർഷാദ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കടലാസ് കമ്പനി തട്ടിക്കൂട്ടിയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയതെന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. ബ്രെയിൻ ട്യൂബർ ബാധിതരായ കുട്ടികൾക്കായി രാജേഷ് കൃഷ്ണ നടത്തിയ ലണ്ടൻ കൊച്ചി റോഡ് യാത്രയുടെ പേരിൽ വൻ പണപ്പിരിവും സ്പോൺസർഷിപ്പും നേടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പോലും ഈ ഇടനിലക്കാരൻ തന്നെ യാത്രയ്ക്കായി വ്യാപകമായി ദുരുപയോഗം ചെയ്തുവെന്നും ഷർഷാദ് എഴുതിയിട്ടുണ്ട്. പ്രശസ്ത സിനിമാ താരം ശോഭനയുടെ ഡാൻസ് പരിപാടി ചാരിറ്റിയുടെ പേരിൽ നടത്തി പണം തട്ടി ലോക കേരള സഭാംഗം എന്ന പേരുപയോഗിച്ച് ഇയാൾ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ആരോപിക്കുന്നു. CPM നേതാക്കളും മന്ത്രിമാരുമായുള്ള സ്വാധീനം ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തുന്ന ഒന്നാന്തരം പവർ ബ്രോക്കറാണ് രാജേഷ് കൃഷ്ണ എന്നാണ് അതീവ ഗുരുതരമായ ആക്ഷേപം. അന്താരാഷ്ട്ര പ്രവൃത്തി പരിചയമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇയാൾക്ക് സാമാന്യ ഇംഗ്ലീഷ് പരിജ്ഞാനം പോലുമില്ലെന്നാണ് ഷർഷാദ് പറയുന്നത്. BBC-യിൽ ജോലി ചെയ്തുവെന്ന് പറയുന്നത് പോലും കളവാണെന്നാണ് മറ്റൊരു ആക്ഷേപം. അങ്ങനെ ഒരാൾ BBC-യിൽ ജോലി ചെയ്തിട്ടില്ലെന്നും മുൻപ് അവിടെ ജോലി ചെയ്തവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഷർഷാദ് സ്ഥാപിക്കുന്നത്. ബ്രിട്ടനിൽ സന്ദർശനത്തിനെത്തുന്ന നേതാക്കളുമായി ചങ്ങാത്തം സ്ഥാപിച്ച് ഫണ്ട് ദുരുപയോഗം നടത്തുന്നത് പതിവാണ്. സ്പീക്കർമാരായിരുന്ന P. ശ്രീരാമകൃഷ്ണനും MP രാജേഷും ലണ്ടനിൽ പര്യടനം നടത്തിയ വേളയിൽ ഇയാളുടെ ആതിഥേയത്വം സ്വീകരിച്ചത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. UK-യിലെ CPM പ്രവർത്തകർക്ക് പോലും രാജേഷ് കൃഷ്ണയുടെ പ്രവർത്തനങ്ങൾ തികച്ചും നിഗൂഢമാണ്. ശ്രീലങ്കൻ യുദ്ധം BBC-ക്ക് വേണ്ടി കവർ ചെയ്തത് താനാണെന്നും രാജേഷ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ അവകാശവാദങ്ങളുടെ നിജസ്ഥിതി മന്ത്രിമാരോ നേതാക്കളോ ഉദ്യോഗസ്ഥരോ പരിശോധിച്ചിട്ടില്ലെന്ന് പരാതിയിൽ വിമർശനവുമുണ്ട്. നേതാക്കളുടെ ആശ്രിത വത്സലൻ എന്ന നിലയ്ക്ക് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ടിയാനും നേതാക്കൾ തന്നെയും പെരുമാറുന്നത്. നിലവിലെ ബഹുമാനപ്പെട്ട ക്യാബിനറ്റ് അംഗങ്ങളായ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, KN ബാലഗോപാൽ, P. രാജീവ്, സ്പീക്കർ MP രാജേഷ്, മുൻ മന്ത്രിമാരായ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, മേഴ്സിക്കുട്ടിയമ്മ, മുൻ സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ, ജോൺ ബ്രിട്ടാസ് MP, സംസ്ഥാന കമ്മിറ്റി അംഗമായ P. ശശി, TN സീമ, PK ബിജു, M. സ്വരാജ്, TV രാജേഷ്, സേവർ ചെറ്റിലപ്പള്ളി MLA, മുൻ MP MN കൃഷ്ണദാസ്, മുൻ MLA പ്രദീപ് കുമാർ, AM റഹീം തുടങ്ങിയ പാർട്ടിയുടെ വിവിധ അടരുകളിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന സഖാക്കന്മാർ, അതുപോലെ തന്നെ സിനിമാ നടനായ മമ്മൂട്ടി, സിനിമാ നിർമ്മാതാവായ ജോർജ്, നിർമ്മാതാവായ ആൻഡോ ജോസഫ്, മാധ്യമപ്രവർത്തകരായ MV നികേഷ് കുമാർ, ഹർഷൻ, സനീഷ് ഇളയിടത്ത്, MB ബഷീർ, എഴുത്തുകാരി KR മീര, ദീപ നിശാന്ത്, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ തുടങ്ങി മാധ്യമ, സിനിമ, സാഹിത്യ, സാംസ്കാരിക, ബിസിനസ് രംഗത്തെ സ്വാധീനശേഷിയുള്ളവരുമായ വ്യക്തികൾ എന്നിവരുമായെല്ലാം പ്രമുഖരും വളരെ നിർണായകമായ അടുപ്പവും ഇടപാടുകളും രാജേഷിനുള്ളതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗം ആളുകളും രാജേഷിൻ്റെ പ്രഭാവത്തിൽ ആകർഷകരായി തങ്ങൾക്ക് വേണ്ടി രാജേഷിന് എന്തും ചെയ്യാൻ സന്നദ്ധനായി നിൽക്കുന്ന ഒരാളുടെ വാക്കിലും സമീപനത്തിലും വീണുപോയവർ ആണെന്നുമാണ് വസ്തുത. ഷർഷാദ് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ പരാതിയിലെ വരികളാണിത്. സ്ത്രീധന പീഡന പരാതികൾ, അവിഹിത ബന്ധങ്ങൾ, സാമ്പത്തിക തട്ടിപ്പ്, ശുപാർശകൾ, ഒത്തുതീർപ്പ്, ഇടനില, ഫണ്ട് തിരിമറികൾ, പണദുർവ്യയം, മാധ്യമ വാർത്തകൾ, ഫീച്ചറുകൾ നൽകിയുള്ള മാനിപ്പുലേഷനുകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തുന്ന ക്യാൻവാസിംഗ് തട്ടിപ്പുകൾ തുടങ്ങി തികച്ചും ഞെട്ടലുളവാക്കുന്ന നിരവധി കാര്യങ്ങൾ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. വൻതോതിൽ വിദേശ പണം തൻ്റെ ഭാര്യയുടെ അടക്കമുള്ള വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി കടത്തിയിട്ടുണ്ട് ഷർഷാദ് ആരോപിക്കുന്നു. ഇടതുമുന്നണി അധികാരത്തിലിരുന്ന കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ CPM-നുള്ളിൽ നടന്ന എല്ലാത്തരം കൊള്ളരുതായ്മകളും ഇടനിലക്കാരെ ഉപയോഗിച്ച് നടത്തിയെന്നാണ് ഷർഷാദിൻ്റെ കത്തുകൾ തെളിയിക്കുന്നത്. ജോത്സ്യൻ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പുതിയ കത്ത് വിവാദവും ഉയർന്നു വന്നത്.
CPM പാളയത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കത്ത് വിവാദം വന്നതോടുകൂടി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്കാണ് CPM-ഉം വിപ്ലവ പാർട്ടിയും നേതാക്കന്മാരും എത്തിപ്പെട്ടിരിക്കുന്നത്. പിണറായി അടക്കമുള്ളവർ വലിയ തോതിൽ അസ്വസ്ഥരാണ് എന്നുള്ള വിവരങ്ങളാണ് AKG സെൻറ്റർ കേന്ദ്രീകരിച്ചുള്ള കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.